എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് മാസം 12-ാം തീയതി പുതിയതായി OTTയിൽ റിലീസായതും ഇനി റിലീസാവാൻ പോകുന്നതുമായ മൂവിയെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയുടെ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. ആദ്യത്തെ ഒരു ബോളിവുഡ് ത്രില്ലർ ചിത്രമാണ് ഭാരത് ഭാഗ്യവിധാത. മനോജ് തപാഡിയ രചനയും സംവിധാനവും നിർവഹിച്ച് കങ്കണ റണാവത്ത്, ഗിരിജ ഓക്ക്, സ്മിത താംബെ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. 2008 മുംബൈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മുംബൈയിലെ കാമ ഹോസ്പിറ്റലിൽ നടന്ന യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. നഗരത്തിൽ ഭീകരാക്രമണം നടക്കുമ്പോൾ ആശുപത്രിയിലെ 400ഓളം വരുന്ന രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ അവിടുത്തെ ഡോക്ടർമാരും നഴ്സുമാരും കാണിച്ച അസാധാരണമായ ധീരതയാണ് ഈ ചിത്രത്തിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. 2026 ജൂൺ മാസം 12-നാണ് ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. ഏകദേശം 15 കോടി മുതൽ 20 കോടി രൂപ വരെയാണ് ഈ മൂവിയുടെ ബഡ്ജറ്റ്. എന്നാൽ ഈ മൂവിയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 6 കോടി 5 ലക്ഷം മുതൽ 8 കോടി 16 ലക്ഷം വരെയാണ്. C5-ലൂടെ നാളെ രാത്രി 12 മണി മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു സൈക്കോളജിക്കൽ ഹൊറർ നോവലിനെ അടിസ്ഥാനമാക്കി ഇറങ്ങിയ ഒരു അമേരിക്കൻ ക്രൈം ത്രില്ലർ ചിത്രമാണ് ദി വിസ്പർമാൻ. ഭാര്യയുടെ മരണശേഷം മാനസികമായി തളർന്ന ടോം കെന്നഡി 8 വയസ്സുകാരനായ തന്റെ മകൻ ജെയ്ക്കിനൊപ്പം ഫെദർബാങ്ക് എന്ന ശാന്തമായ ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് താമസം മാറുന്നു. ഇവിടെ നിന്നും ടോം കെന്നഡിയുടെ മകനെ ഒരു സീരിയൽ കില്ലർ തട്ടിക്കൊണ്ടുപോകുന്നതും തന്റെ മകനെ തട്ടിക്കൊണ്ടുപോയ സീരിയൽ കില്ലറെ കണ്ടെത്താനായി ടോം കെന്നഡി നടത്തുന്ന അന്വേഷണങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ഈ അമേരിക്കൻ സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ ഓഗസ്റ്റ് മാസം 28 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ബോളിവുഡ് കോമഡി ചിത്രമാണ് വെൽക്കം ടു ദ ജംഗിൾ. അക്ഷയ് കുമാർ, ജാക്വലിൻ ഫെർണാണ്ടസ്, സക്കീർ ഹുസൈൻ, സുനിൽ ഷെട്ടി, പരേഷ് റാവൽ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. അഹമ്മദ് ഖാൻ സംവിധാനം ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ഓഗസ്റ്റ് മാസം 21 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ ചിത്രമാണ് ലോക്ക് ബോക്സ്. ഡാനിയൽ സ്റ്റാം സംവിധാനം ചെയ്ത ഈ സിനിമയിൽ മനുഷ്യന്റെ ഉള്ളിലെ രഹസ്യങ്ങളും അമാനുഷിക ശക്തികളും തമ്മിലുള്ള ഭീതിജനകമായ ബന്ധമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ഈ ഹൊറർ സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം ആമസോൺ പ്രൈം വീഡിയോസിലൂടെ റെന്റ് ഓർ ബൈ ഓപ്ഷനിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ബോളിവുഡ് കോമഡി ചിത്രമാണ് ധമാൽ 4. ഇന്ദ്രകുമാർ സംവിധാനത്തിൽ അജയ് ദേവ്ഗൺ, ഹൃദേശ് ദേശ്മുഖ്, അർഷാദ് വാർസി, ജാവേദ് ജാഫേരി, സഞ്ജയ് മിശ്ര എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. 2026 ജൂലൈ മാസം 10-ന് തിയേറ്ററുകളിലെത്തിയ ഈ സിനിമയിൽ ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള നിധിശേഖരം തേടി ഒരു കൂട്ടം ആളുകൾ ഇറങ്ങുന്നതും പെട്ടെന്ന് പണക്കാരനായി ആഗ്രഹിക്കുന്ന അത്യാഗ്രഹികളായ ഒരു കൂട്ടം സുഹൃത്തുക്കളും അപരിചിതരും ഈ നിധിയെ സ്വന്തമാകാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതും ഈ യാത്രയ്ക്കിടയിൽ അവർ കടൽ കൊള്ളക്കാർ, കടുവകൾ എന്നിങ്ങനെയുള്ള ആപത്തുകൾ ചെന്നപ്പെടുന്നതും ഇതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. കോമഡിക്ക് പ്രാധാന്യം നൽകി ഇറങ്ങിയിട്ടുള്ള ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. സെപ്റ്റംബർ 4 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ആര്യനാട് സ്റ്റേറ്റിലാണ് ഈ ഭീതിജനകമായ സംഭവം നടക്കുന്നത്. ഒരു പാവയ്ക്കുള്ളിൽ നിന്നും അവിചാരിതമായി ഒരു പ്രതികാരദാഹിയായ യക്ഷി രക്ഷപ്പെടുന്നതും അതോടുകൂടി ആര്യനാട് സ്റ്റേറ്റിൽ പുതുതായി താമസിക്കാൻ വരുന്ന ഒരു കൂട്ടം ആളുകളെ ഈ യക്ഷി വേട്ടയാടുന്നതും തുടർന്നുണ്ടാകുന്ന ഭയപ്പെടുത്തുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. അഭിലാഷ് വാര്യർ സംവിധാനം ചെയ്ത സിനിമയിൽ വൈശാഖ് രവി, നേഹ ചൗള, ജോയ് മാത്യു, സാക്ഷി ബദാല എന്നിങ്ങനെ വലിയ താരത്തിൽ തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷകളിൽ ആമസോൺ പ്രൈം വീഡിയോസ്, സിംപ്ലി സൗത്ത്, മനോരമ മാക്സ് എന്നീ OTT പ്ലാറ്റ്ഫോമുകളിലൂടെ നാളെ രാത്രി 12 മണിക്ക് ശേഷം OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് മോൺസ്റ്റർ ആന്തോളജി സീരീസിന്റെ 4ാം ഭാഗമായ മോൺസ്റ്റർ ദ ലിസി ബോർഡൻ സ്റ്റോറി. 1892-ൽ അമേരിക്കയിൽ നടന്ന പ്രശസ്തമായ ഇരട്ട കൊലപാതകത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ സീരീസ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഈ ട്രൂ ക്രൈം സീരീസിൽ ധനിക കുടുംബത്തിലെ മകളായ ലിസി ബോർഡൻ തന്റെ അച്ഛനെയും രണ്ടാനമ്മയെയും മഴ ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസ്. എന്നാൽ കോടതി വരെ കുറ്റവിമുക്തയാക്കുകയും ഇതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സീരീസിന്റെ പ്രധാന പ്രമേയം. നെറ്റ്ഫ്ലിക്സിലൂടെ സെപ്റ്റംബർ മാസം 17 മുതൽ ഈ സീരീസ് OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു മലയാളം സൈക്കോളജിക്കൽ സൂപ്പർ നാച്ചുറൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമാണ് ഉന്മാദം. ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്ത് കുഞ്ചാക്കോ ബോപ്പൻ, ലിജോ മോൾ ജോസ് എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. സിനിമയുടെ ആദ്യ പകുതി ഒരു ഫാമിലി ഡ്രാമയായി തുടങ്ങി പിന്നീട് അത് മിസ്റ്ററിയിലേക്കും ഹൊറർ ഘടകങ്ങളുള്ള ഒരു അന്വേഷണത്തിലേക്കും വഴിമാറുന്നു. സോണി ലിവാണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം ലാസ്റ്റ് വീക്കോടെയോ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം ഫസ്റ്റ് വീക്കോടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു ഹിന്ദി റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് കോക്ടെയിൽ 2. ജൂൺ മാസം 19-ന് റിലീസ് ചെയ്ത ഈ സിനിമയിൽ ഷാഹിദ് കപൂർ, കൃതി സനോൺ, രശ്മിക മന്ദാന എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. 2012-ൽ ഇറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രമായ കോക്ടെയിലിന്റെ 2ാം ഭാഗമാണിത്. നെറ്റ്ഫ്ലിക്സിലൂടെ നാളെ രാത്രി 12 മണിക്ക് ശേഷം OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ആർമി മെഡിക്കൽ ഡ്രാമ വെബ് സീരീസ് ആണ് 108 ബേസ് ഹോസ്പിറ്റൽ ഉരി. ഇന്ത്യൻ സൈന്യത്തിലെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും കഥയാണ് ഈ സീരീസിന്റെ പ്രധാന പ്രമേയം. യുദ്ധരംഗത്ത് പരിക്കേൽക്കുന്ന സൈനികരുടെ ജീവൻ രക്ഷിക്കാനായി അതിർത്തിയിലെ ഒരു ആർമി ഹോസ്പിറ്റലിൽ പോരാടുന്ന ഡോക്ടർമാരുടെ കഥയാണ് ഈ സീരീസ് ചർച്ച ചെയ്യുന്നത്. ഓഗസ്റ്റ് മാസം 15 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഹിന്ദി ലാംഗ്വേജിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തെലുങ്കു റൊമാൻറ്റിക് ഡ്രാമ മൂവിയാണ് ചെന്നൈ ലവ് സ്റ്റോറി. രവി നമ്പൂരിയുടെ സംവിധാനത്തിൽ കിരൺ അമ്പാരം, ശ്രീ ഗൗരിപ്രിയ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്.
മാനസിക വിഷമങ്ങളിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്ന നിവേദിത എന്ന പെൺകുട്ടിയും ചെന്നൈയിലെത്തുന്ന സ്റ്റീഫൻ ശങ്കർ എന്ന ചെറുപ്പക്കാരൻ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥയാണ് ഈ സിനിമ പറയുന്നത്. ഈ ഇമോഷണൽ ഫീൽ ഗുഡ് മൂവി സോണി ലീവിലൂടെ ഓഗസ്റ്റ് മാസം 28 മുതൽ തമിഴ് തെലുങ്ക് ഭാഷകളിൽ OTT സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ആന്റണി വർഗീസ് പേപ്പെ പ്രധാന വേഷത്തിലെത്തിയ ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കാട്ടാളൻ. കാടിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ആനക്കൊമ്പ് വേട്ടയും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് സിനിമയുടെ പ്രധാന പ്രമേയം. സുനിൽ, കബീർ ദുഹാൻ സിംഗ്, ജഗദീഷ്, തുഷാര വിജയൻ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. തിയേറ്ററിൽ പരാജയപ്പെട്ട ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. മനോരമ മാക്സിലൂടെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം OTT സ്ട്രീമിംഗ് ആരംഭിക്കും.